കേരള ജനത അക്രമ രാഷ്ട്രീയത്തിനെതിരാണ്, അക്രമത്തിനെതിരാണ്. അവിടെ മതമോ ജാതിയോ രാഷ്ട്രീയമോ പ്രശ്നമല്ല. കേരളത്തിലുള്ള ഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നത് അക്രമമില്ലാത്ത സമാധാനപൂർണമായ കേരളത്തെയാണ്. അക്രമം ചെയ്തവരെ ബാലറ്റ് പേപ്പറിലൂടെ ശിക്ഷിക്കുകയും ചെയ്തവരാണ് കേരളത്തിലെ ജനങ്ങൾ. എന്നാൽ കേരളത്തിലുള്ള ചില രാഷ്ട്രീയക്കാരിൽ നിന്ന് ബോംബ് സംസ്കാരം ഉണ്ടാവുന്നു. സമാധാനം ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളും ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. പാനൂരിൽ 2 ദിവസം മുമ്പ് ബോംബ് നിർമ്മാണത്തിനിടെ അപകടമുണ്ടായി. രാഷ്ട്രീയമുണ്ടെന്നും ഇല്ലെന്നും നേതാക്കന്മാര് പറഞ്ഞാലും നമുക്കതിനോട് യോജിക്കാൻ കഴിയില്ല. കാരണം കേരളം സമാധാനപൂർണമായ ജീവിതം ആഗ്രഹിക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്ന സമയത്താണ് പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ അപകടമുണ്ടായിട്ടുള്ളത്. ഇതുപോലെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് 5 വർഷം മുമ്പ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്നു. അതും ഒരു തെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു. നാദാപുരത്ത് 5 ചെറുപ്പക്കാരാണ് അന്ന് അപകടത്തിൽപ്പെട്ടത്. അതുപോലെ കുറ്റ്യാടിയിൽ മുസ്ലിം ലീഗിന്റെ തന്നെ പ്രവർത്തകരാണ് ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ സ്ഫോടനമുണ്ടായി അപകടത്തിൽപ്പെട്ടത്. നമുക്കതൊന്ന് കാണാം. ഇന്നലെ രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ സംഭവത്തിന് ശേഷം ഇവർ പോലീസിൽ വിവരം അറിയിച്ചിരുന്നില്ല. പോലീസ് ഇന്ന് രാവിലെ 10 മണിയോടെയാണ് വിവരം അറിയുന്നത്. എന്നാൽ അവിടെ എത്തുമ്പോഴേക്കും സംഭവ സ്ഥലം വൃത്തിയാക്കിയിരുന്നതായും പോലീസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ കുറ്റ്യാടി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കാക്കുനി പറമ്പത്ത് അബ്ദുള്ള മുസ്ലിയാർ എന്നയാളുടെ പറമ്പിന് സമീപമാണ് സ്ഫോടനം നടന്നിട്ടുള്ളത്. ഇയാളുടെ മകനും ലീഗ് പ്രവർത്തകനുമായ സാലിമിന്റെ 2 കൈകളും സ്ഫോടനത്തിൽ തകർന്നിട്ടുണ്ട്. ഇയാളുടെ കൈപ്പത്തികൾ മുറിച്ചു മാറ്റിയതായാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ, കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ഇവർ ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഈ ആശുപത്രി അധികൃതർ നമ്മളോട് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രവർത്തകനായ മീറിന്റെ കൈക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. വേറൊരു ലീഗ് പ്രവർത്തകനും പരിക്കേറ്റതായി അറിയുന്നു. എന്നാൽ അയാളുടെ പേരുവിവരങ്ങളും മറ്റും കിട്ടിയിട്ടില്ല. ഇയാൾ ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് പോയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഗൗരവമായി തന്നെ ഇടപെടുമെന്നാണ് പോലീസും പറഞ്ഞിട്ടുള്ളത്. കേസെടുത്ത് അന്വേഷണം തുടങ്ങി ചെയ്തു. കഴിഞ്ഞ ദിവസം പാനൂരിൽ ഉണ്ടായ ബോംബ് സ്ഫോടനത്തെ എതിർക്കുന്ന സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലിന്റെ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDFന്റെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ് ബോംബ് നിർമ്മാണത്തിനിടെ 5 വർഷങ്ങൾക്ക് മുമ്പ് അപകടത്തിൽപ്പെട്ടത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനോ UDFനോ പാനൂരിൽ നടന്ന സ്ഫോടനത്തെ എതിർക്കാനോ അതിന്റെ പേരിൽ വോട്ട് പിടിക്കാനോ യോഗ്യരല്ല. അപകടമുണ്ടാകുന്ന സമയത്താണ് ഇവരൊക്കെ ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന വിവരം പൊതുജനങ്ങൾ അറിയുന്നത്. അതിനർത്ഥം രഹസ്യമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബോംബ് നിർമ്മാണത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ബോംബ് സംസ്കാരത്തിന്റെ ആളുകളാണ്. അവർ അക്രമ രാഷ്ട്രീയക്കാരാണ്. അതുകൊണ്ട് സമാധാനത്തിന് വേണ്ടി സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളെ വടകര മണ്ണിലൂടെ പാറിപ്പറക്കാൻ UDFന് വോട്ട് ചെയ്യൂ എന്ന് പറയാനുള്ള അധികാരം UDFനും ഇല്ലാതെ പോവുകയാണ്. ഒരു പാർട്ടിയുടെയും ബോംബ് സംസ്കാരം നമുക്കാവശ്യമില്ല എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഏത് രാഷ്ട്രീയ പാർട്ടി എന്തിന്റെ പേരിലായാലും അക്രമം കാണിക്കുന്നതോ ബോംബ് സംസ്കാരത്തിന്റെ വക്താക്കളാകുന്നതോ ബോംബ് നിർമ്മിക്കുന്നതോ സമാധാനകാംക്ഷികളായ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. തെറ്റാര് ചെയ്താലും അത് തെറ്റ് തന്നെയാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ന്യായീകരിക്കാനോ തള്ളിപ്പറയാനോ അവകാശമില്ല. അക്രമ രാഷ്ട്രീയത്തിൽ നിന്ന് വിമുക്തമായിക്കൊണ്ട് സമാധാനപൂർണമായ ജീവിതം സാധാരണക്കാർക്ക് ഉറപ്പുവരുത്താൻ ഇനിയെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാവണം. ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ അതിനാണ് മുൻകൈയെടുക്കേണ്ടത്. സ്വയം തിരുത്താനായി അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. അല്ലെങ്കിൽ സമ്മതിദാനാവകാശത്തിലൂടെ ജനങ്ങൾ നിങ്ങളെ ശിക്ഷിക്കേണ്ടി വരും.